നമസ്തേ, നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിൽ മരിച്ച തലോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ വീട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോടായി സംസാരിച്ചു. ഒരു നരഹത്യയാണ്. താഴെ നിന്ന് മുകളിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് ആ കയറ്റം കയറിയതിൻ്റെ കിതപ്പാണ് ഓരോ മനുഷ്യർക്കുമുള്ളത്. നല്ല സൗകര്യങ്ങളില്ലാത്ത, ജീവിക്കാൻ സാഹചര്യമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഈ സഹോദരി. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു മരണമല്ല, ഇതൊരു കൊലപാതകമാണ്, ഇത് നരഹത്യയാണ്. നരഹത്യക്കെതിരെ മന്ത്രി വീണ ജോർജിന് പങ്കുണ്ട്. ഒന്നാം പ്രതി കൂട്ടുത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കുണ്ട്. ഏതൊക്കെ കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ തകർന്നു വീഴാവുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ, പരിശോധിക്കാൻ അതിന് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സംവിധാനമില്ലേ? ആ സംവിധാനങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ശ്രീമാൻ വാസവൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും പാവപ്പെട്ടവരുടെ കൂടെയാണ്. എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി വാസവനെ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? ഇവിടെ കൃത്യമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് 62,000 കോടി രൂപയിലധികം കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഇതുപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ ഒരു പത്രസമ്മേളനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അടിയന്തരമായി ഈ സഹോദരിയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. ഒന്ന്. രണ്ടാമതായി, തെറ്റ് ചെയ്തവരെ, ഇതിൽ MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 3 പേരും കുറ്റക്കാരാണ്. അവർക്കെതിരെ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ്, മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കാത്ത ഒരു വകുപ്പ് മന്ത്രിയായിട്ട്, ഒരു കൊലപാതകിയായിട്ട് വീണ മാറിയിരിക്കുകയാണ്. എത്രയോ പത്രസമ്മേളനങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ ഓർക്കുകയാണ്. പാലക്കാടിലെ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായപ്പോൾ അവിടെ അമ്മയും കുഞ്ഞും മരണമടഞ്ഞപ്പോൾ നമ്മൾ മാധ്യമ പ്രവർത്തകരോടൊപ്പം ഒരുമിച്ച് ചേർന്നു. എന്ത് നടപടിയുണ്ടായി? കോട്ടയത്ത് തന്നെ, ആലപ്പുഴയിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ്. ആ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൃത്യമായി ഡോക്ടറുടെ അലംഭാവം കൊണ്ട് അവിടെ ഒരു സഹോദരി മരിച്ചു. ഒന്നല്ല, കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ എത്രയോ മരണങ്ങളുണ്ടായി. എന്ത് നടപടി സ്വീകരിച്ചു? തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? മരുന്നില്ലാത്ത ആശുപത്രി, എനിക്ക് അസുഖമാണ്, എന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ഞാൻ മരണമടയും, ഡോക്ടർ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടറുടെ കാല് പിടിച്ചുകൊണ്ട് കരയുന്ന രോഗി, ആ രോഗിയുടെ മുഖം കണ്ടുകൊണ്ടാണ്, ആ രോഗിയുടെ വേദന ഒപ്പിയെടുത്തുകൊണ്ടാണ് ആ ഡോക്ടർ യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറായത്. യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറായ ഡോക്ടറെ കൊലക്കുറ്റത്തിന് വിധിക്കണമെന്നുള്ള രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ആ ഡോക്ടർക്കെതിരെ നാമനക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഡോക്ടർക്ക് രക്ഷയില്ല, സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് പൊതുസമൂഹത്തിൽ രക്ഷയില്ല എന്ന അവസ്ഥയിലൂടെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ വാഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ ഗവൺമെൻറ്റിനെ വാഴിച്ചിട്ടുള്ള മനുഷ്യരോട് നീതികേട് ചെയ്തുകൊണ്ട് കാലാകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നുണ്ടാകും.